ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഗോഡ് മിൽക്കും കറ്റാർവാഴയും കൊണ്ട് ചെയ്യുന്ന ഒരു സോപ്പാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഗോഡ് മിൽക്കിൻ്റെ ബേസാണ്. ഒരു 80 പോട്ടെ, നമ്മുടെ 800 ഗ്രാം അടുത്ത് ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഒരു 80 ഗ്രാം സോപ്പ് ബേസിന് 800 ഗ്രാം സോപ്പ് ബേസിലേക്ക് കറ്റാർവാഴയുടെ നീര് നമ്മൾ ചേർക്കുന്നത് ഒരു 40-45 ഒക്കെ, അല്ലെ 50 കൂടിപ്പോയി അത്രയൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പം 80 വരെ ചേർക്കാം. പക്ഷെ ഞാനൊരു 50-55 ആ ഒരു ഇതിൽ ഞാൻ കറ്റാർവാഴയുടെ ജ്യൂസ് ചേർക്കുന്നുള്ളൂ. ഇത് ഞാൻ ഫ്രഷ് കറ്റാർവാഴ അടിച്ച് ജ്യൂസ് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഗ്ലിസറിനാണ്. ആ ഗ്ലിസറിൻ്റെ അടപ്പിന് തന്നെ ഒരടപ്പ് നല്ലപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒന്ന് കഴിഞ്ഞ് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നര അടപ്പ് ഗ്ലിസറിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഡ്രോപ്സ് ഒരു 7-8 തുള്ളി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി അവസാനം ഏറ്റവും ഒഴിവ് നമ്മൾ സ്മെല്ല് ചേർക്കുന്നത് കേട്ടോ. അപ്പം 800 ഗ്രാമിന് നമുക്ക് 1 കിലോയ്ക്ക് നമ്മൾ 20 ml ആണ് ആഡ് ചെയ്യുന്നത്. 800 ഗ്രാമിന് ഒരു 17-18 ഒക്കെ അടുത്ത് മതിയാവും സ്മെല്ല് ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സ്മെല്ല് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പം ഒരു 10-18 അടുത്തൊക്കെ നമ്മൾ സ്മെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സെറ്റായ ശേഷം നല്ല രീതിയിൽ ബേസ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ശരിക്കും ഇത് കറ്റാർവാഴ കൊണ്ട് ഗോഡ് മിൽക്ക് ചെയ്യുന്ന ഒരു സോപ്പാണ്. വേറെ പ്രത്യേകിച്ച് നമ്മൾ അതിനകത്ത് എക്സ്ട്രാ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്നാണെന്നറിയോ, ആദ്യമായിട്ട് നിങ്ങൾ സോപ്പ് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്തവർ, നിങ്ങൾ ഒരിക്കലും ഒരുപാട് സാധനങ്ങൾ വാങ്ങി വെക്കല്ലോ കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ കുറേശ്ശെ സാധനങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡർ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം നിങ്ങൾ കണ്ടമാനം ചെയ്ത് വെക്കാവുള്ളൂ. ഇത് നിങ്ങൾക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണേ. ഞാനത് പറയാൻ കാരണം പലരും എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഹെവി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെർ പീസൊക്കെ ഒരു 100 രൂപയ്ക്കൊക്കെ വിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെവി ആയിട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നവർ ഒരിക്കലും അത്രയും ഒരു തുകയ്ക്ക് സോപ്പ് വിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. നമുക്ക് പറ്റുന്ന ഒരു രീതി മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പം ബാക്കിയുള്ള മിച്ചമുള്ളത് നമ്മൾ ചെറിയ 75 ഗ്രാമിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ച് വിടുവാണ്. ഇത് നമ്മൾ ഫ്രീ കൊടുക്കുന്ന സോപ്പുകളാണ് കേട്ടോ. ഈ 75 ഗ്രാമിൻ്റെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ഫ്രീ കൊടുക്കുന്നതാണ്. അപ്പോൾ ഓർഡറുള്ള സോപ്പ് ഇതാണ്. ബാക്കി നമ്മൾ അല്ലാതെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ നിങ്ങളെപ്പോഴും സാധനങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറവും എന്നാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലുള്ളതും ഒപ്പം ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ നിങ്ങൾ സാധനങ്ങൾ എടുക്കാവുള്ളൂ. അപ്പോൾ കുഞ്ഞു ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ടാറ്റ ബൈ ബൈ.